ഹായ് ഫ്രണ്ട്സ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ട് 1/4 കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, 3/4 കപ്പ് അരിപ്പൊടി, അപ്പപ്പൊടിയാണ് എടുത്തേക്കണത്. ഈ ചോറ് മിക്സിയിലേക്കിട്ട് കുറേശ്ശെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്, ഇനി അടുത്തതും കൂടി ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പപ്പൊടി. 3/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 1/2 കപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 2.5 ചോറും 1/4 അരിപ്പൊടിയുമായിട്ട് എടുക്കാം. അപ്പോൾ കൂടുതലുണ്ടാവും. ഇതിപ്പോൾ ഒരു 5-6 അത്രേ ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് അച്ചിലൂടെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുള്ളൂ. ഇത് പച്ചിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലിത്തട്ടിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. ആ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 4 എണ്ണം ഒരു തട്ടിലും 2 എണ്ണം ഇഡ്ഡലിത്തട്ടിലുമായിട്ടാണ് വെക്കണത്. ഞാൻ ഈ കപ്പിലാണല്ലോ അളന്നെടുത്തത്. നിങ്ങൾക്ക് ഗ്ലാസ്സിലോ അങ്ങനെ വേണമെങ്കിലും അളന്നെടുക്കാം. ഈ അരിയും ചോറും ഒക്കെ. നമ്മളൊരു ഇഡ്ഡലി പാത്രം അടപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക, ഈ തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി അത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു പിശുക്കും കാണിക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് ഇത് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. ഈ ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി നമുക്കതിനെ രൂപപ്പെടുത്തിയെടുക്കാം. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.